ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രിബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് കഥയുടെ ദിവസമാണ്. തീർച്ചയായിട്ടും മഹാനായ ഒരു എഴുത്തുകാരൻ്റെ കഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ജനുവരി 1908 ജനുവരി മാസം 21 തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. തലവലപ്പറമ്പ് വൈക്കത്ത് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മരിച്ചത് 1994 ബേപ്പൂർ കോഴിക്കോട് വെച്ചിട്ടാണ്. 1982 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഒരുപക്ഷെ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ജനകീയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായൊരു കഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഥ നമ്മളോട് പറയുന്നത് സ്നേഹലത ടീച്ചറാണ്. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സ്നേഹലത മാം, യു ആർ വെൽക്കം. പ്രിയപ്പെട്ട സാബു സാർ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായി സാറിന് നന്ദി പറയുന്നു. പിന്നെ ഇത് കേൾക്കാൻ തയ്യാറായിരിക്കുന്ന എല്ലാവർക്കും, ജോഷി സാർ, ഉലഹന്നാൻ സാർ, റോയ് സാർ, പിന്നെ എനിക്ക് ആരുടെയും പേരറിയില്ല, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മകരം 8-ാം തീയതി, ഇന്ന് എൻ്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഥ ആരംഭിക്കുന്നു. ജന്മദിനത്തിലെ അനുഭവങ്ങൾ ഡയറിക്കുറിപ്പായി എഴുതുക. അതിൽ ഒരു ചെറുകഥയ്ക്കുള്ള വകയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കുളിച്ച് റെഡിയായിരിക്കുന്നത് കണ്ട് എവിടെയെങ്കിലും പോവുകയാണോ എന്ന് അടുത്ത മുറിയിലെ താമസക്കാരനായ BA വിദ്യാർത്ഥി മാത്യു ചോദിക്കുന്നു. ഇല്ല, ഇന്ന് ജന്മദിനമാണ് എന്ന് പറയുമ്പോൾ വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് മാത്യു വിഷ് ചെയ്യുന്നു. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഒരു ചായക്കുള്ള കാശ് പോലും കയ്യിലില്ല. ഉച്ചയ്ക്കത്തെ ഊണ് ഹമീദ് എന്നയാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയുടെ പുനരാവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആശംസയെ നർമ്മബോധത്തോടെ ബഷീർ നോക്കിക്കാണുന്നു. പിന്നെ ഈ ജന്മദിനത്തിലെ അനുഭവങ്ങൾ ഡയറി രൂപത്തിൽ എഴുതാൻ തുടങ്ങുകയാണ്. രാത്രി വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. അതുകൊണ്ട് കായലോരത്തെ വിളക്കുകാലിൽ ചാരിയിരുന്നാണ് എഴുതുന്നത്. നേരത്തെയുള്ള കാശ് കൊടുക്കാനുള്ളത് കൊണ്ട് ഇനി ചായ കൊടുക്കണ്ട എന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടെന്ന് ചായ ഒഴിക്കുന്ന പയ്യൻ പറഞ്ഞത് കേട്ട് ചായക്കടയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. പിന്നെ പണ്ട് പത്രാധിപരും ഇപ്പോൾ കച്ചവടക്കാരനുമായ മിസ്റ്റർ പിയുടെ കടയിലേക്ക്. എന്താ വിശേഷിച്ച് എന്ന് ചോദ്യം. ഒന്നുമില്ല, വെറുതെ എന്ന മറുപടി. തൻ്റെ ലേഖനങ്ങൾ സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പയ്യനോട് എടാ ചായ എന്ന് പറഞ്ഞു. അത് കേട്ട് ബഷീറിന്റെ മനസ്സ് തണുത്തു. പയ്യൻ ചായയുമായി വന്നു. ചായ കയ്യിൽ വാങ്ങിയിട്ട് പി ചോദിച്ചു, നിങ്ങൾക്ക് ചായ വേണോ? വേണോ എന്ന് പറയാൻ ബഷീറിന്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. വേണ്ട എന്ന് പറഞ്ഞ് ബഷീർ ഷൂലേസ് കെട്ടുന്നത് പോലെ അഭിനയിച്ച് കുനിഞ്ഞു. മുഖത്തെ ഭാവഭേദം മിസ്റ്റർ പി കാണാതിരിക്കാൻ. രാവിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു നര. വേഗം പറിച്ചു കളഞ്ഞു. തലവേദന. ചായ കുടിക്കണമെന്ന് തീവ്രമായ മോഹം. 2 കുട്ടികൾ മെതിയടി വിൽക്കാൻ വന്നു. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, കാശില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അവിശ്വാസം സ്ഫുരിക്കുന്ന മുഖങ്ങൾ, ഒന്നിന്റെയും ഉള്ളറിയാൻ കഴിയാത്ത ശുദ്ധ ഹൃദയങ്ങൾ. കുഞ്ഞുങ്ങളെ, എനിക്ക് ഈ ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ല എന്ന് ബഷീറിന്റെ ആത്മകഥ. കാലം എത്ര ത്വരിതമായി ഗമിക്കുന്നു. പിതാവിന്റെ ചൂണ്ടുവിരലിൽ എത്തിപ്പിടിച്ച് കളിച്ച് നടന്ന നാളുകൾ. ഉമ്മ വിശക്കുന്നു എന്ന് അമ്മയുടെ പുടവത്തുമ്പിൽ തൂങ്ങിക്കേണ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വിപ്ലവകാരിയായി. രാജ്യദ്രോഹി, കമ്മ്യൂണിസ്റ്റ്. വാസ്തവത്തിൽ ഇത് വല്ലതുമാണോ ഞാൻ? മണി 11:30. ഊണ് കഴിക്കാൻ ഹമീദിന്റെ ക്ഷണം ഉണ്ടല്ലോ. ഹമീദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹമീദ് അവിടെ ഇല്ല. രാത്രിയേ വരൂ എന്നത് കേട്ട് ഞാൻ വന്നെന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ
ആരാണെന്ന് ചോദ്യം. താൻ ആരാണ് എന്ന് ബഷീർ സ്വയം ചോദിക്കുന്നു. എന്നിട്ട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് മടങ്ങി. അപ്പോ ഊണും കിട്ടാൻ വഴിയില്ല. അപ്പോഴാണ് മിസ്റ്റർ പിയുടെ അടുത്തേക്ക് പോയത്. ഊണും കിട്ടിയില്ല, ചായയും കിട്ടിയില്ല. വഴിയിൽ കണ്ടവരൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. ഇതെന്താണെന്ന് ആലോചിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. പുറകെ CID. ചായക്കടക്കാരനും വീട്ടുടമസ്ഥനും ഗവൺമെന്റും തന്റെ ശത്രുക്കളാണ്. ചായക്കടക്കാരനും വീട്ടുടമസ്ഥനും ഞാൻ കാശ് കൊടുക്കാനുണ്ട്, പക്ഷെ ഗവൺമെന്റിന് ഒന്നും കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ നമ്മളും ചിരിച്ചു പോകും. മണി 3:30. ബാങ്ക് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ ജോലിക്കാരൻ പയ്യൻ ഒരു തീപ്പെട്ടിക്കോലിനായി വന്നു. അവനോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അവൻ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, സാറിന് സുഖമില്ലേ? ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ അവൻ, സാറിന്ന് ഉണ്ടില്ലേ? ഇല്ല. അവൻ പറഞ്ഞു, സാറേ, എൻ്റെ കയ്യിൽ 2 അണയുണ്ട്. അതിന് അടുത്ത മാസം വീട്ടിൽ പോകുമ്പോൾ തിരിച്ചു തന്നാൽ മതി. ഞാനത് എടുത്തുകൊണ്ട് വരട്ടെ? അല്ലാഹുവേ, എൻ്റെ ഹൃദയം വിങ്ങി എന്ന് ബഷീറിന്റെ ആത്മകഥ. കൊണ്ടുവാ എന്ന് പറഞ്ഞത് കേട്ട് അവൻ ഓടി. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സും വിങ്ങുന്നു. അപ്പോഴാണ് സഖാവ് ഗംഗാധരന്റെ വരവ്. അദ്ദേഹം എവിടെയോ ആഴ്ചകളായി പട്ടിണി കിടന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. അങ്ങോട്ട് പോകാൻ ബോട്ട് കൂലിക്ക് 1 അണ വേണം. അതിനാണ് വന്നത്. 11 വയസ്സുകാരൻ പയ്യൻ 2 അണയുമായി വന്നു. 1 അണ കയ്യിൽ വാങ്ങി. മറ്റേ 1 അണയ്ക്ക് ചായയും ദോശയും ബീഡിയും വാങ്ങിക്കൊണ്ടുവരാൻ അവനോട് പറഞ്ഞു. 1/4 അണ ചായ, 1/2 അണ ദോശ, 1/4 അണ ബീഡി. ഇതാണ് വില വിവരം. അവൻ കൊണ്ടുവന്ന ദോശയും ചായയും 2 പേരും കഴിച്ചു. ജന്മദിന സന്ദേശമായി മീറ്റിംഗിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് സഖാവ് ചോദിച്ചു. അപ്പോൾ ബഷീർ പറഞ്ഞു, വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ എങ്ങും ആളിപ്പടർന്ന് ഉയരട്ടെ. ഇന്നത്തെ സമുദായ ഘടന എല്ലാം കത്തി ദഹിച്ച് സുഖസമ്പൂർണവും സമത്വ സുന്ദരവുമായ പുതിയ ലോകം സംജാതമാവട്ടെ എന്ന് ബഷീർ പറഞ്ഞു. പേഷ്, ഞാനിത് തൊഴിലാളികളുടെ മീറ്റിംഗിൽ പറയാം എന്ന് പറഞ്ഞ് 1 അണയും വാങ്ങി സഖാവ് ഗംഗാധരൻ പോയി. ദോശ പൊതിഞ്ഞുകൊണ്ടുവന്ന അമേരിക്കൻ പത്രക്കടലാസിൽ നോക്കുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് വീട്ടുടമസ്ഥൻ വരുന്നു. ചിത്രത്തിൽ കാണുന്നത് കൂറ്റൻ മണിമേടകൾ നിറഞ്ഞ മഹാനഗരം. അതിന്റെ നടുക്ക് ശിരസ്സുയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇരുമ്പ് ചങ്ങല അയാളെ വരിഞ്ഞു മുറുക്കി ഭൂമിയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. അയാളുടെ നോട്ടം വിദൂരതയിൽ, സൗരയൂഥങ്ങൾക്കപ്പുറത്ത്. കാലുകൾക്ക് സമീപം ഒരു തുറന്ന പുസ്തകം. അതിന്റെ 2 പേജുകളിലുമായി ആ മനുഷ്യന്റെ എന്നല്ല എല്ലാ മനുഷ്യരുടെയും ചരിത്രം. അത് ഇപ്രകാരമാണ്. ചങ്ങലകളാൽ എന്ന പോലെ മണ്ണോട് ബന്ധിതനെങ്കിലും അവൻ നോക്കുകയാണ് സമയകാലങ്ങളെ പിന്നിട്ട് തീരമോഹനമായ നാളെയിലേക്ക്. എവിടെയാണ് നാളെ? അപ്പോൾ അതാ വീട്ടുടമസ്ഥൻ വരുന്നു. വീട്ടുടമസ്ഥന്റെ തണുത്ത ചോദ്യം, ഇന്നെങ്കിലും തരാമോ? അദ്ദേഹം അവധി കേൾക്കാൻ ഭാവമില്ല. എങ്ങനെ, എന്തിനാ ജീവിക്കുന്നത് എന്ന് വീട്ടുടമസ്ഥൻ ചോദിക്കുന്നു. മാറിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നു. ബഷീറിന് ഈ നാട് മടുത്തു. കടലും കായലും പാർക്കിലെ പുഷ്പങ്ങളെയും മനുഷ്യരെയും ഒക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 7 മണിക്ക് പോലീസുകാരൻ വന്ന് ബഷീറിനെ കൂട്ടിക്കൊണ്ടുപോയി. ചോദ്യം ചെയ്യുന്നു. ബഷീർ ഏതോ വലിയ കുറ്റം ചെയ്ത പിടികിട്ടാ പുള്ളിയാണെന്ന മട്ടിലാണ് ചോദ്യം ചെയ്യൽ. ബഷീറിനെ എവിടെ നടന്ന നാട് കടത്തിക്കുമെന്നും ഭീഷണി. താൻ നിസ്സഹായനാണ് എന്ന് ബഷീർ ഓർക്കുന്നു. 7:30 മണിക്ക് വീണ്ടും മുറിയിൽ വന്നു. മണ്ണെണ്ണയ്ക്കും വിശപ്പിനും ആരോട് കടം ചോദിക്കും? മറ്റേ കെട്ടിടത്തിലെ സ്വർണ്ണക്കണ്ണടക്കാരൻ പയ്യനോട് കടം ചോദിക്കാം. അവൻ ഒരുപാട് പണം മുടക്കി ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത രോഗം എൻ്റെ 4 അണയുടെ മരുന്ന് കൊണ്ടാണ് ഭേദപ്പെട്ടത്. അതുകൊണ്ട് അയാൾ കടം തരും എന്നാണ് പ്രതീക്ഷ. പക്ഷേ അവിടെ അവർ കൂട്ടുകാർ കൂടി സംസാരിച്ചിരിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ ബഷീറും പങ്കുചേർന്നു. മലയാള സാഹിത്യത്തെക്കുറിച്ച് അവർക്ക് പുച്ഛമാണ്. നിങ്ങൾ എഴുതുന്നതെല്ലാം ദാരിദ്ര്യത്തിന്റെ കഥകളല്ലേ, അത് വായിക്കാൻ കൊള്ളില്ല എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം.
നിങ്ങളുടെ കഥകൾ വായിച്ചാൽ ലോകത്തിന് എന്തോ വലിയ തകരാറുണ്ടെന്ന് തോന്നും എന്നവർ പറഞ്ഞത് കേട്ടപ്പോൾ ബഷീറിന് തോന്നിയത്, അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചെലവാക്കി ജീവിക്കുന്നവരല്ലേ ഇവരെല്ലാം. മദ്യം, മയക്കുമരുന്ന്, അങ്ങനെ പോകുന്നു ഭാവിയിലെ പൗരന്മാർ. ബഷീറിന് ഭയങ്കരമായ ഒരു പ്രസംഗം ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ രാവിലെ കണ്ട കുട്ടികൾ മെതിയടി വേണോ എന്ന് ചോദിച്ച് അവിടെ എത്തിയപ്പോൾ വിഷയം മാറി. കണ്ണടക്കാരൻ വില പേശി 2 അണയ്ക്ക് മെതിയടി വാങ്ങി. കുട്ടികൾ പോയപ്പോൾ അവൻ പറയുന്നു, അവൻ ആ കുട്ടികളെ പറ്റിച്ചു എന്ന്. കൊടുത്ത 2 അണയിൽ 1 അണ കള്ളനാണയമാണ് എന്ന്. അത് കേട്ട് എല്ലാവരും ആർത്തു ചിരിക്കുന്നു. ബഷീറിന്റെ മനസ്സിൽ അവരുടെ വീട്ടിൽ അവരുടെ ഉമ്മ വെള്ളം അടുപ്പിൽ വെച്ച് കാത്തിരിക്കുകയാവും. ഈ കുഞ്ഞുങ്ങൾ മെതിയടി വിറ്റ് കൊണ്ടുവരുന്ന കാശ് കൊടുത്ത് അരി വാങ്ങി കഞ്ഞി വെക്കാൻ. ആ കുഞ്ഞുങ്ങളെ പറ്റിച്ചതിൽ ആർത്തിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടില്ലല്ലോ. 1 ഉറുപ്പിക വേണം, വളരെ അത്യാവശ്യമാണ്, വേഗം തിരിച്ചു തരാം എന്നെഴുതിയ കുറിപ്പ് ആരും കാണാതെ സ്വർണ്ണക്കണ്ണടക്കാരന് കൊടുത്തു. അയാൾ അത് വായിക്കുമ്പോൾ എൻ്റെ ഭാവന ഹോട്ടലിലായിരുന്നു. ചൂട് പറക്കുന്ന ചോറിന്റെ മുന്നിൽ ഞാൻ ഇരിക്കുന്നതും മറ്റും. പക്ഷേ കുറിപ്പ് വായിച്ചിട്ട് സ്വർണ്ണക്കണ്ണടക്കാരൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, സോറി, ചേഞ്ചസ് ഒന്നുമില്ല. അത് കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടാവി പൊന്തി. ഞാൻ വേഗം താഴെ ഇറങ്ങി മുറിയിലേക്ക് വന്നു. മണി 9. ഞാൻ പായ വിരിച്ച് കിടന്നു. പക്ഷേ കണ്ണുകൾ അടയുന്നില്ല. തലയ്ക്ക് നല്ല വിങ്ങലും. എങ്കിലും ഞാൻ കിടന്നു. ലോകത്തിലെ നിസ്സഹായരെ പറ്റി ഞാൻ ഓർത്തു. എവിടെയെല്ലാം, എത്രയെല്ലാം കോടി സ്ത്രീ പുരുഷന്മാർ ഈ സുന്ദരമായ ഭൂഗോളത്തിൽ പട്ടിണി കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഞാനും. എനിക്കെന്താണ് ഒരു പ്രത്യേകത? ഞാനും ഒരു ദരിദ്രൻ, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു. മാത്യുവിന്റെ അടുക്കളയിൽ കടുക് വറുക്കുന്ന ശബ്ദം, വെന്തു മലർന്ന ചോറിന്റെ വാസനയും. മണി 9:30. ഞാൻ വെളിയിലിറങ്ങി. ഹൃദയം പൊട്ടിപ്പോകും. ആരെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ വിയർത്തു കുളിക്കുന്നു. ഞാൻ മുറ്റത്ത് കാത്തു നിന്നു. ഭാഗ്യം, വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്ക് ഇറങ്ങി. പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാനാണ്. അടുക്കള വാതിൽ പതുക്കെ ചാരിയിട്ടാണ് ഇറങ്ങിയത്. കുറഞ്ഞത് 10 മിനിറ്റ് പിടിക്കും തിരിച്ചു വരാൻ. ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയത്തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളയ്ക്കകത്ത് കയറി. മണി 10. സംതൃപ്തിയോടെ, നിറഞ്ഞ വയറോടെ വിയർത്തു കുളിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി വന്നു. വൃദ്ധൻ മടങ്ങിയപ്പോൾ ഞാൻ പൈപ്പിന്റെ അടുത്ത് ചെന്ന് വെള്ളം കുടിച്ചു. കൈകാൽ മുഖം കഴുകി തിരികെ എൻ്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ച് വലിച്ചു. ആകെ സുഖസംതൃപ്തി. എന്നിട്ടും ഒരു വല്ലായ്മ, നല്ല ക്ഷീണവും. ഞാൻ കിടന്നു. ഉറക്കം വരുന്നതിന് മുമ്പേ ശകലം ആലോചന ഉണ്ടായി. വൃദ്ധൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും, മറ്റു വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരും അറിയും. കുറച്ചിലാകും. ഏതായാലും വരുന്നത് വരട്ടെ. ജന്മദിനം സുഖമായി ഉറങ്ങാം. എല്ലാ ജന്മദിനങ്ങളും മനുഷ്യൻ പാവപ്പെട്ട ജീവി. ഞാൻ അങ്ങനെ മയങ്ങി പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ മുറിയുടെ അടുത്തേക്ക് ആരോ വരുന്നു. ഹലോ മിസ്റ്റർ, മാത്യുവിന്റെ ശബ്ദം. എനിക്ക് വിയർപ്പ് പൊട്ടി. എൻ്റെ ഉറക്കം പമ്പ കടന്നു. ഉണ്ടതൊക്കെ ദഹിച്ചു. എനിക്ക് മനസ്സിലായി, മാത്യു അറിഞ്ഞു പോയിരിക്കുന്നു. വൃദ്ധൻ കണ്ടുപിടിച്ചായിരിക്കും. ഞാൻ വാതിൽ തുറന്നു. ഇരുളിന്റെ ഹൃദയത്തിൽ നിന്നോണം തീഷ്ണ വെളിച്ചത്തിൽ നീണ്ട കുന്തമെന്ന വണ്ണം ഒരു ടോർച്ച് ലൈറ്റ്. ഞാൻ ആ വെളിച്ചത്തിൽ എന്താണ് മാത്യു ചോദിക്കാൻ പോകുന്നത്?
പരിഭ്രമം കൊണ്ട് എൻ്റെ ഹൃദയം 100 കഷ്ണങ്ങളായി പൊട്ടിപ്പോകുമെന്ന് തോന്നി. മാത്യു പറഞ്ഞു, ഐസേ, സിനിമയ്ക്ക് പോയിരുന്നു. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ നിങ്ങൾ കാണേണ്ട ഒന്നാന്തരം ചിത്രമാണ്. ആഹാ, നിങ്ങൾ ഊണ് കഴിച്ചോ? എനിക്ക് തീരെ വിശപ്പില്ല. ചോറ് വെറുതെ ആവും ഇന്ന് വെച്ചത്. വന്ന് ഊണ് കഴിക്കൂ. വഴിക്ക് ഞങ്ങൾ ഒരു മോഡേൺ ഹോട്ടലിൽ കയറി. താങ്ക്സ്, ഞാൻ ഊണ് കഴിച്ചു. ഓഹോ, എന്നാൽ ഉറങ്ങൂ. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്. ഇങ്ങനെ കഥ അവസാനിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു. തീർച്ചയായിട്ടും വളരെ പ്രത്യേകതയുള്ളൊരു കഥയാണ് എന്ന് നമുക്കറിയാം. പുറമൊന്ന് നോക്കുമ്പോൾ കാണുന്നത് പോലെയല്ല, മുഴുപട്ടിണിയിലാണ് ബഷീർ ഈ ജന്മദിനത്തിൽ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇടനേരങ്ങളിൽ സന്ദർശനത്തിനെത്തുന്ന ഓരോ വ്യക്തികൾ അവരൊന്നും അദ്ദേഹത്തിൻ്റെ വിശപ്പുകളെക്കുറിച്ചൊന്നും അറിയുന്നില്ല, പക്ഷേ വളരെ സാമൂഹികമായ പല പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനമായ പ്രശ്നം വിശപ്പാണെന്ന ആശയം വളരെ കൃത്യമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കഥയായിട്ട് നമുക്കിതിനെ കാണാം. വിശപ്പകറ്റാൻ കുട്ടികൾ കാണിക്കുന്ന പ്രവൃത്തികൾ, കള്ളനാണയം നൽകി പറ്റിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ജന്മദിനത്തിലെ ആ സുഖനിദ്രയ്ക്ക് വേണ്ടി അയൽപക്കത്തെ ഭക്ഷണം കട്ടെടുക്കുന്നതിലേക്ക് ബഷീർ എത്തുന്നു. അതിൻ്റെ മുമ്പിലുള്ള പേടികളൊക്കെ ഇതിനകത്ത് വളരെ കൃത്യമായി കാണുന്നു. വിശപ്പ് എന്ന് പറയുന്ന ഒരു കഥയും ഇതേപോലെയൊക്കെ തന്നെ അർത്ഥത്തിൽ കൃത്യമായി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എത്ര കൃത്യതയോടുകൂടി മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മനോഹരമായി വിവരിക്കാൻ മുഹമ്മദ് ബഷീറിന് ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, നമുക്ക് ചർച്ചകളിലേക്ക് പോകാം. ഉലയനാൻ സർ, തുടങ്ങിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കാമോ സർ? യെസ്, ഓക്കെ. സ്നേഹലത മാം നമുക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു ലോകസത്യം തുറന്നു കാണിക്കാൻ ബഷീറിനെ കൂട്ടുപിടിച്ചു. ബഷീറിന്റെ ജീവിതം തന്നെ വളരെ സിമ്പിളായി, ഏറ്റവും ചുരുക്കം. അരയിലൊരു മുണ്ട് മുറുക്കി ബാക്കി ദേഹം നാട്ടുകാർക്ക് വിട്ട് കാറ്റിന് വിട്ട് ചാരുകസേരയില്, ചാരുകസേര എന്നല്ല അതിന് പറയുന്നു, 2 കാലും മുകളിൽ വെച്ച് അങ്ങനെ വിശാലമായ ഒരു ഇരിപ്പാണ് ബഷീറിനെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രമായിട്ട് കാണുന്നത്. വിശപ്പെന്ന ലോകസത്യത്തെ ഏതെല്ലാം കൈകളിലൂടെ കടത്തിവിട്ടാണ് നമ്മുടെ മുമ്പിൽ അവസാനിപ്പിക്കുന്നത്. പ്രതീക്ഷയോടെ അദ്ദേഹം മുട്ടുന്ന വാതിലുകൾ അപ്രതീക്ഷിതമായി അടയുന്ന രംഗവും നാം കാണുന്നു. നമുക്കതില് ഒരല്പം ദയ കിട്ടിയത് ഒരു പയ്യന്റെ കയ്യിൽ നിന്നാണ്. 2 അവൻ പറഞ്ഞു, സാർ ഇത് കടമാണ്, അടുത്ത ദിവസം എനിക്ക് തിരിച്ചു വരും. ആ സമയത്താണ് മറ്റൊരു സഖാവ് വരുന്നത്, എനിക്ക് 1 അണ വേണം. ഈ 1 അണ അദ്ദേഹം ഒരു യോഗസ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുന്നതാണ്. ബഷീർ ഒന്നും വേണ്ടിയില്ല, അദ്ദേഹത്തിന് ആ 1 അണ കൊടുത്തു. ബാക്കി 1 അണ കൊണ്ട് ആഹാരവും പീഡിയും, അദ്ദേഹത്തിന്റെ ചുണ്ടിലെ പോലും എരിഞ്ഞു തള്ളുന്ന മറ്റൊരു സത്യമായിരുന്നു ചുണ്ടിലെ ബീഡി. അതും വാങ്ങിച്ചു ഉച്ചയൂണിന് ക്ഷണിച്ചവരുടെ വീട്ടിലെത്തിയപ്പോൾ ക്ഷണിച്ചവരില്ലാത്തത് കൊണ്ട് വെറുതെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല. ഓരോ നിമിഷത്തെയും ആലങ്കാരികമായി തന്റെ കഥയിലൂടെ ആ ലോകസത്യം, വിശപ്പെന്ന ലോകസത്യത്തെ നമുക്ക് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ശൈലിക്കാണ് പ്രത്യേകം. ആ ശൈലിയാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തെ മഹാനാക്കിയതും അത് തന്നെയാണ്. അദ്ദേഹം എന്ത് ജോലിയും, തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ജോലികളിലേക്ക് കടന്നു പോയിട്ടുണ്ട് ജീവിക്കാനുള്ള. എന്തായാലും ഈ സായസന്ധ്യയിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സ്നേഹലതമ്മ ഈ ഒരു സത്യം വിളമ്പിയതിന്
ഒത്തിരി നന്ദി. നമസ്കാരം സർ. താങ്ക് യു സർ. ഓക്കെ, റോയ് സർ. വിശപ്പും സ്വാഭിമാനവും ആണ് ഇതിനകത്ത് പ്രധാന വിഷയമായിട്ട് കാണിച്ചേക്കുന്നത്. അത് ബർത്ത്ഡേ ആയ ദിവസങ്ങളിൽ ഒരു ആഘോഷമൊക്കെ ആവാം, ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക, കേക്ക് മുറിക്കുക, ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇതുപോലെ സാമ്പത്തികമായി വിഷമത അനുഭവിക്കുമ്പോഴും അത് മറ്റുള്ളവരറിയാതിരിക്കണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എല്ലാവരും കാണിക്കുന്നത് എന്ന് ബഷീറോടെ വരച്ച് കാണിച്ചു. അപ്പോൾ മനുഷ്യ സഹജമായ ഒരു ഇതാണ്. നമ്മൾ സാധാരണക്കാരനായ ഒരാൾക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരോട് പറയാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ബഷീർ തൻ്റെ കഥകളിലെല്ലാം ഈ കഥകളിലൂടെ അത് കാണിച്ചു തരുന്നത്. പക്ഷേ വളരെ സരസമായി ആ സംഭവങ്ങൾ വർണ്ണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റതെല്ലാം വായനക്കാരന് നല്ല ഭംഗിയായി കാണാൻ കഴിയുന്ന ഒരു കഥാവിശേഷമാണ് പറഞ്ഞത്. ഏതായാലും സ്നേഹലത മാഡം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന വഴി അതൊന്നുകൂടി ഒന്ന് ചിന്തിക്കാനും അതുവഴി കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാനുമുള്ള ബഷീറിൻ്റെ ചില ശ്രമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓമന ടീച്ചർ. താങ്ക് യു സർ. മുഹമ്മദ് ബഷീറിന്റെ കഥ ഒരു നമ്മൾ അവിടെ തന്നെ നിന്ന് കാണുന്നത് പോലെ ഒരു ഫീല് വരുന്ന ഒരു കഥകളാണ്. നമ്മൾ അങ്ങേരുടെ കൂടെ അവിടെ ഉണ്ട്, നമ്മളും അതെല്ലാം അങ്ങ് അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ഒരു ഹോംലി എഴുതലാണ് അങ്ങേര് ശരിക്കും എഴുതുന്നത്. വേറെ ആരും അങ്ങനെ എഴുതി കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാഡം അത് വളരെ തന്മയത്വത്തോടെ, മാഡത്തിന്റെ സൗണ്ടും അതിന് പറ്റിയ സൗണ്ട്, നല്ല നല്ല മയമുള്ള, എൻ്റെ സൗണ്ട് പോലത്തെ തന്നെ നല്ല മയമുള്ള സൗണ്ട്, ആ വിശപ്പിനനുസരിച്ച് ആ വിശപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് അവതരിപ്പിച്ചു. നന്നായിരിക്കുന്നു, നന്നായി. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, സുധോധന ഡോക്ടർ ഉണ്ടോ? തിരക്കിലാണോ? ഞാൻ ലേറ്റായി എത്തുമ്പോഴത്തേക്ക്, വീട്ടിലെത്തി ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് കഥയുടെ അന്ത്യഭാഗം എത്തി. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ സ്നേഹലത എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇതായിട്ട്, പണ്ടൊരു സ്നേഹലത റെഡ്ഡി ജയിലിൽ മരിച്ച, തടവറയിൽ മരിച്ച ഓർമ്മയൊക്കെ വന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആഴ്ചയിലെ കഥ ശ്രദ്ധിച്ച് കേട്ട് ഞാൻ പങ്കെടുക്കാം. ഓക്കെ, പിന്നെ ആരുള്ള? പ്രഭാകരനുണ്ട്. പ്രഭാകരൻ സാർ ഉണ്ടോ? അതുപോലെ ഷീല ബീഗം, ഷീല മാം, വിൻസെന്റ് സാർ. യെസ്, ഷീല മാം. സാറേ, എല്ലാവർക്കും നമസ്കാരം. കഥ കേൾക്കാൻ വളരെ താല്പര്യത്തോടു കൂടി കൊച്ചു കുട്ടികളെല്ലാം എത്തിയിട്ടുണ്ട് സാറേ. സന്തോഷം. പിന്നെ സ്നേഹലത മാം കഥ നന്നായിട്ട് വായിച്ചു. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബഷീറിനെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ നമുക്ക് എല്ലാവരുടെയും വീട്ടിലെ ഒരു അംഗമാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ മാം വായിക്കുമ്പോ നമ്മുടെ വീട്ടിലെ ഒരാള് അനുഭവിച്ച ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയിട്ട് ഭയങ്കരമായ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ വായിച്ചതും നമുക്ക് ടച്ചിങ് ആയിരുന്നു. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒത്തിരി കഥകൾ നമ്മൾ പഠിപ്പിച്ചിട്ടും അതുപോലെ തന്നെ പഠിച്ചിട്ടും ഉണ്ട്. ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത്, പിന്നെ പൂവൻ പഴം, മതിലുകള്, കഥയുടെ പിന്നെയും ഉണ്ട്, എന്റെ ഓർമ്മയിൽ ഇത്രേ വരുന്നുള്ളൂ. ബേപ്പൂർ സുൽത്താൻ എന്നും കഥകളുടെ സുൽത്താൻ എന്നും ഒക്കെ നമ്മൾ വിളിച്ചിരുന്ന ആളാണ് മുഹമ്മദ് ബഷീർ. പിന്നെ അദ്ദേഹത്തിന്റെ മതിലുകൾ എന്നുള്ള സിനിമ കണ്ടു. പിന്നെ നല്ല രസമായിരുന്നു. അതിൽ ശരിക്കും മമ്മൂട്ടി പിന്നെ ബഷീറായിട്ട് വരികയും അഭിനയിക്കുന്ന രീതിയും ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ കണ്ടതുപോലെ തോന്നി. പിന്നെ
ഇന്നത്തെ ഇത് ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ വായനയായിരുന്നല്ലോ. ഇവിടെ സഖാവ് ഗംഗാധരൻ പറയുന്നുണ്ട്, വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ കത്തിജ്വലിക്കട്ടെ. അന്നത്തെ കാലഘട്ടത്തില് കമ്മ്യൂണിസത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അന്നത്തെ വിപ്ലവകാരികളും കമ്മ്യൂണിസ്റ്റുകളും പാർട്ടി എടുത്ത് പറയുന്നത്, കാരണം അന്ന് ഒന്നും സമ്പാദിച്ചു വെക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നേട്ടങ്ങളും അവർ നോക്കുന്നില്ല. എപ്പോഴും സമൂഹത്തിന്റെ നന്മ മാത്രമായിരുന്നു അവർക്ക് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട്, വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ കത്തിജ്വലിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്, എൻ്റെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളതും എൻ്റെ കഥകളിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചതും കരഞ്ഞതും ഞാനായിരിക്കും എന്നാ പറയുന്നത്. കാരണം അത് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളായിരുന്നു. അതില് ഒരു കള്ളനാണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. സമൂഹത്തില് ഇന്നും അന്നും ഈ കള്ളനാണയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ തിരുക്കുറളിലും ഒക്കെ പഠിച്ചതുപോലെ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് തന്നെ, അന്നും ഇന്നും ഉണ്ടെന്ന് തന്നെയാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു ജീവിതം എന്ന് പറയുമ്പോഴേക്ക് സാറേ, പിന്നെ കാലത്തിന്റെ പ്രകാശവും ഇരുട്ടും കൂടെ ചേർന്നതാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യന്റെ മാനുഷികമായ എല്ലാ സാധ്യതകളും ആ ജീവിതത്തിലൂടെ കടന്നു പോകും. ബഷീറിന് മാത്രമല്ല, നമുക്കും ഒക്കെ അത്തരം അനുഭവങ്ങളുണ്ട്. പക്ഷെ നമുക്കൊന്നും അതൊരു കഥയായിട്ട് എഴുതി പ്രകടിപ്പിക്കാനും മറ്റുള്ളവരിൽ അത് സ്വാധീനം ചെലുത്തുവാനുമുള്ള കഴിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് കഥ എഴുതാനും തോന്നാത്തത്, നമ്മുടെ കഥകളൊന്നും പ്രസിദ്ധീകരിച്ച് വരാത്തത്. പിന്നെ ഒരാളെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അന്ന് കാലത്തെ കുറിച്ച് അറിയണമെന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മള് കാലത്തെ കുറിച്ച് അറിയണമെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം മനസ്സിലാക്കുമ്പോഴാണ് അക്കാലത്തെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യം വരുന്നത്. എപ്പോഴും സംഘർഷങ്ങൾ നിറഞ്ഞതും എന്നാൽ അത് വളരെ തമാശയോടുകൂടി കാണുകയും ചെയ്ത ഒരു പിന്നെ കഥാകൃത്തായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ കഥകളായിരുന്നു. നമുക്ക് അത് പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. രസകരവുമാണ് വായന, തമാശയുമാണ്, ഹാസ്യമാണെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു മുഖം. എല്ലാം കൊണ്ടും ഇന്ന് ഈ കഥ വായിച്ചു കേട്ടപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സാറിനെ നമുക്ക് ഓർക്കാനും അനുസ്മരിക്കാനും ഒക്കെ കഴിഞ്ഞു. താങ്ക് യു മാഡം. അതുപോലെ എല്ലാവർക്കും താങ്ക് യു. ഇദ്ദേഹത്തിന്റെ ചില കൃതികൾ, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാൻ്റെ ഒരു ആനുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കൃതികളെല്ലാം കൂടെ ചേർത്ത് എഡിൻബറോ സർവകലാശാല ഒരൊറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മതിലുകൾ, ശബ്ദം, പ്രേമലേഖനം, പൂവൻപഴം, ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാർഗവി നിലയം, അത് നായക വേഷത്തിൽ, ബാബുരാജിന്റെ പാട്ടുകളൊക്കെ അതിൻ്റെ അകത്തോടെ കൃത്യമായിട്ട് നോക്കാം. മതിലുകൾ അല്ലെ, മമ്മൂട്ടിയെ പ്രശസ്തനാക്കിയ അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം, ബാല്യകാല സഖി, അതുപോലെ തന്നെ പ്രേം പാറ്റ, ഏറ്റവും അവസാനമായി എഴുതി പുറത്തിറക്കിയ ഒരു പുസ്തകമാണിത്. അനേക ബഹുമതികളാണ്. ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ്, സ്മാരക ദീപ അവാർഡ്, പ്രേംനസീർ അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെ വളരെ പ്രത്യേകതകൾ ഉള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. ജോർജ് സാർ പറയും. താങ്ക് യു സർ. സ്നേഹലിത മാം, കൺഗ്രാജുലേഷൻ. വളരെ പ്രസക്തമായ ഒരു അവതരണമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനവും അടുത്തിരിക്കെ അതിനോട് ബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞതിനേക്കാൾ കേട്ടതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനിടവുന്നത്. കുപ്പയിലെ മാണിക്യം ഇല്ലേ, ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ വളർച്ചയ്ക്കൊന്നും തടസ്സമായില്ല. അവിടെയൊക്കെ ഈ പ്രകൃതിയെ അറിഞ്ഞനുഗ്രഹിച്ചു കൊടുത്ത ചില സിദ്ധികൾ അദ്ദേഹത്തെ വളർത്തി വലുതാക്കി. മലയാളിയും ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ എന്നും ആദരവോടുകൂടി മാത്രമേ സ്മരിക്കൂ. ആ അവതരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും
അവരുടെ മനസ്സിൽ ശരിക്കും സ്വാധീനിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് മാം ആ ശബ്ദവിന്യാസം അത് നല്ല 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 ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയിലൂടെ ഇന്ന് ഒരു അരങ്ങേറ്റമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് മാഡത്തിൻ്റെ ക്ലാസ് ഒന്നും കേട്ടില്ല. അപ്പം ഇനിയും തുടർ കഥകൾ ആയി വരൂ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സർ. ഓക്കെ, ഇനി ആരുള്ള പറയാൻ? വിൻസെന്റ് സാർ ഉണ്ടോ? സാറേ ഞാൻ മുഴുവൻ കേട്ടില്ല. ഏതെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞോളൂ, അറിയാൻ അല്ല, പറ്റും. പക്ഷേ ചെറുപ്പത്തിലെ ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ ബാലികല സഖിയും എൻ്റെ അപ്പൂപ്പനൊരു എന്താണ് ആന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പുപ്പാക്ക എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഒരു ബാലികല സഖി ഇങ്ങനെ 2-3 വായിച്ചിട്ട് അല്ലാണ്ട് കൂടുതൽ ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അധികം ആധികാരികമായിട്ട് പറയാനായിട്ടൊന്നും പറ്റില്ല. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. നാടകം, സിനിമ, നാടകം, നോവല്, അങ്ങനെ ചെറുകഥകള്, അങ്ങനെ ഒരു വലിയ കൂട്ടം തന്നെ. സാഹിത്യ മണ്ഡലം. സാർ പറഞ്ഞോട്ടെ സാർ? പറയൂ. അദ്ദേഹത്തിന്റെ ഈ മലയാളത്തിന് വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. സവിശേഷമായ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലക്കെട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാനൊന്നും ആരും ധൈര്യപ്പെടില്ല. എൻ്റെ ഉപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കഥാപാത്രങ്ങളുടെ പേരുകളും ഒക്കെ ഓരോന്ന് ഈ നിഴല് കണ്ടുകൊണ്ട് ആനയാണെന്ന് വിചാരിച്ച് ആനവാരി, അതേപോലെ എട്ടുകാലി മമ്മൂഞ്ഞ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം ഈ മെന്റലി ചലഞ്ചഡ് ആളായിരുന്നു. അദ്ദേഹം ഈ മാനസികമായിട്ട് സ്റ്റെബിലിറ്റി തെറ്റുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ആ സമയം. പിന്നെ ഗുസ്തിക്കാരനായിരുന്നു അദ്ദേഹം, ഗുസ്തിയൊക്കെ പഠിച്ചിട്ടുള്ള ആളും ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷെ ഈ മതിലുകൾ എന്നുള്ള സിനിമ ആരും മറക്കാനിടയില്ല. അപ്പൊ അതില് മമ്മൂട്ടി ഈ നമ്മുടെ KPSC എഴുതുകയും കൂടെ ഉള്ള ആ ഡയലോഗുകളൊക്കെ എൻ്റെ അമ്മീ, അത് എത്ര പ്രാവശ്യം കേട്ടാലും അത് നമ്മളെ അങ്ങ് കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ ഈ ആ ശബ്ദം അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട്, ജയിലിലെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടുള്ള ആ ഒരു സംഭാഷണമൊക്കെ, അത് എത്രയോ പേര് സാഹിത്യകാരന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ ജവഹർലാൽ നെഹ്റു എഴുതിയത് ജയിലിൽ കിടന്നിട്ടാണ്. ഇപ്പോൾ ഈയിടെ ഒരു നേതാവ് അദ്ദേഹം രചിച്ച പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയി ഒരു കുറ്റവാളിക്ക് കൊടുത്തിട്ട് ജയിലിലിരുന്ന് വായിക്കാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പത്രത്തിൽ വളരെ വലിയൊരു തമാശയായിട്ട് കണ്ടു, ഈ കുറ്റവാളിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ശിക്ഷ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് കേൾക്കുകയുണ്ടായി. പക്ഷെ അത് ഗംഭീരമായിട്ട് ഭാവനയുള്ള ഒരാളിന് മാത്രമേ ഈ വനിതാ ജയിലിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് ഈ പ്രണയത്തിന്റെ ഈ നറും പുഷ്പങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കാനും, ഇവർ തമ്മിൽ ഈ കാമുകനും കാമുകിയും തമ്മിലുള്ള കള്ളത്തരങ്ങളൊക്കെ ബഷീർ ചിത്രീകരിച്ചിട്ടുള്ള പോലെ വേറെ ആരും ചിത്രീകരിച്ചിട്ടില്ല. അപ്പുറത്തുനിന്ന് ചുള്ളിക്കമ്പ് മേളോട്ട് ഇടുന്നത് കാണുമ്പോൾ അവൾ അവിടെ എത്തി എന്ന് അറിയുന്നതും, അത് കഴിഞ്ഞിട്ട് ഈ പനിനീർ പൂക്കളുടെ ഗന്ധം മതിലിന്റെ അപ്പുറത്തേക്ക് വരുമ്പോഴുള്ള ആ ഒരു കാമുകിയുടെ പ്രണയാർദ്രതയും അതൊക്കെ ഗംഭീര. പക്ഷെ ബഷീർ ഒരു എന്താ പറയാ, ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് പറയാം. അത്രയും വൈക്കത്താണ് പേര്, വൈക്കത്ത് എന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹം താമസിച്ചത് മലപ്പുറത്താണ്. അപ്പോൾ അവിടെ അതേപോലെ എനിക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പ്രകൃതി മുഴുവൻ ഉള്ള പക്ഷിമൃഗാദികളെയൊക്കെ അദ്ദേഹം കഥയ്ക്കകത്ത് കൊണ്ടുവരും. അദ്ദേഹം ഒരു മരത്തണലിലിരുന്ന് എഴുതാൻ, ഇപ്പൊ എല്ലാം ഈ 5 സ്റ്റാർ ഹോട്ടലിലും അതേപോലെ തന്നെ AC മുറിയിലിരിക്കുമ്പോൾ അദ്ദേഹം മരത്തണലിൽ ഇരുന്നുകൊണ്ട് മാങ്കോസ്റ്റിൻ മരം, ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആ മരത്തിന്റെ പേര് ഓർമ്മിച്ചു, മാങ്കോസ്റ്റിന്റെ കീഴിലിരുന്ന് എഴുതിയതും ഒക്കെ അങ്ങോട്ട് ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ഇതേപോലുള്ള കഥകളൊക്കെ അദ്ദേഹം അന്ന് എഴുതിയതെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ആത്മാംശമുണ്ട്. എല്ലാത്തിലും ആത്മാംശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെയും കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് ഈ വെസ്റ്റേൺ ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഈ സന്ത്രാസവും
അസ്തിത്വ ദുഃഖവും അങ്ങനെയുള്ള മണ്ണാങ്കട്ടയൊന്നും അദ്ദേഹം എഴുതിയില്ല. അദ്ദേഹം ചുറ്റും കണ്ടതെല്ലാം എഴുതി അങ്ങനെ വെച്ചു. അതുകൊണ്ടാണ് എത്ര കാലം കഴിഞ്ഞാൽ ഈ ബഷീറിന്റെ കഥകളും മറ്റും ആളുകൾ ഒരിക്കലും അത് മറ്റേ ഈ വലിയ എഴുത്തുകാരെന്ന് പറഞ്ഞവരൊക്കെ ഒരു 50 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അവർ മാഞ്ഞു പോകും. അവർ ഈ പുക അന്തരീക്ഷത്തിൽ കാറ്റ് അടിച്ചു കൊണ്ടുപോകുന്നത് പോലെ കാലവരെ മായ്ച്ചു കളയും. പക്ഷെ ബഷീറിന്റെ ഇത് ഭയങ്കര, പിന്നെ ആരും പറയാത്ത ഒബ്സർവേഷൻ അല്ലേ, കുന്നിന്റെ മുകളിൽ നിന്ന് ഒന്നും 1+1 ഒരു ബിഗ് വൺ എന്ന് പറയില്ലേ, ഒന്നും ചേർന്ന ഇമ്മിണി വലിയ ഒന്ന്. അതൊക്കെ ആർക്കാണ് എഴുതാൻ പറ്റുക? ഇന്നത്തെ ഈ വലിയ എഴുത്തുകാരൊക്കെ തല കുത്തി നിന്നാൽ ഇതേപോലെ ഒരു തലക്കെട്ട് കൊടുക്കാനോ ഇതേപോലെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനോ ഒന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഭയങ്കര ഇത് ഈ അന്നത്തെ ക്ലാസിക് എഴുത്തുകാരുണ്ടല്ലോ, MT, അതേപോലെ തിക്കോടിയൻ, അക്കിത്തം തുടങ്ങി ഇവരുടെ ആ സ്കൂൾ ഓഫ് റൈറ്റിങ്ങിൽപ്പെട്ട ഒരു ഉഗ്രൻ ഇത്. അതുപോലെ അദ്ദേഹം ഈ ഭാര്യയെ കഥാപാത്രമായിട്ട് ഒരുപാട് കഥകളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങ് കടന്നു വരും. അപ്പൊ അവരുടെ പേരൊക്കെ ഫാബിയ എന്നാണെന്ന് തോന്നുന്നു അല്ലേ മാം? ഫാബി, അതെ 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 ഫാത്തിമ ബഷീർ, അതെ ഫാത്തിമ ബീവി, ഫാബിയ 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 ഫാബിയ, എന്നാ സർ. ഫാത്തിമ ഫാബിയ. ബീവി എന്നാണ് പേര്. ഫാബി, ആ ഫാത്തിമയുടെയും ആ ബീവിയുടെ ആദ്യത്തെ അക്ഷരങ്ങൾ. അപ്പൊ ഓ അത് ഫാബിയ, ശരി. ഓക്കെ ഓക്കെ. അതെ അതെ. ഇതില് ഈ ഭാര്യയെ എഴുത്തിൽ കൊണ്ടുവന്ന ഒരൊറ്റ കവിയേ ഉള്ളു, കടമ്മനിട്ടയുടെ ശാന്ത. പക്ഷെ ഇദ്ദേഹം വളരെ അഭിമാനപൂർവ്വം, അതൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മുസ്ലിം സമുദായത്തില് ഈ ഭാര്യയെ രംഗത്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ മുഖപടത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് ഭാര്യയെ അങ്ങോട്ട് കഥാപാത്രത്തിൽ പഹച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഭാര്യയെ. അങ്ങനെ ഓക്കെ. എനിക്ക് ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഒരു മനോഹാരിതയില്ലേ, അദ്ദേഹവും ഭാര്യയും തമ്മിൽ വളരെ ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വാത്സല്യമായിട്ട് ഈ കഥകളിലെല്ലാം ഭാര്യയ്ക്ക് വേണ്ടി നിറയുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ മോഡേൺ ഭർത്താക്കന്മാർക്കൊന്നും ഭാര്യയുടെ വാത്സല്യം ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കാലത്ത് എഡി ബോഡി എന്നൊക്കെ ഭാര്യമാരെ വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഭയങ്കര വാത്സല്യത്തോടെ ഭാര്യയെ പറയും. ആ ഭാര്യയെ പറ്റി നമുക്കങ്ങ് കൊതി തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് അദ്ദേഹമാണ് ഈ മറ്റേ സുകുമാർ അഴീക്കോടിന്റെ പ്രഭാഷണത്തിന് സാഗരഗർജനം എന്ന് വിശേഷിപ്പിച്ചു. ആ വാക്ക് അഴീക്കോടിന്റെ മരണ സമയത്തും അതിനുശേഷമൊക്കെ എപ്പോഴും അഴീക്കോടിന്റെ പ്രസംഗത്തെ പറ്റി പറയാറുണ്ട്, സാഗരഗർജനം. ആ വാക്ക് പ്രയോഗിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതേപോലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആന്തരിക ലോകം ഉണ്ടായിരുന്ന ഒരാളാണ്. അതേ നമ്മുടെ ഭാർഗവീ നിലയില്ലേ, നീലവെളിച്ചം, ഭാർഗവീ നിലയത്തിൽ തന്നെ ഈ പ്രേതത്തിനെ കഥാപാത്രമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ അങ്ങോട്ട് കൊതിപ്പിച്ചില്ലേ. അത് ഭയങ്കരമായിട്ട് നമ്മൾ, സത്യം പറഞ്ഞാൽ അന്ന് കുഞ്ഞു പ്രായത്തിലാണെങ്കിൽ ഞാൻ ആ പ്രേതത്തിനെ അങ്ങ് പ്രേമിച്ചു പോയി കേട്ടോ. ബഷീറിന്റെ ആ ഒരു എഴുത്തിന്റെ മനോഹാരിത കാരണം. അപ്പൊ എന്തായാലും എനിക്ക് പക്ഷെ മാഡത്തിന്റെ ഈ നറേഷൻ കേൾക്കാൻ കഴിയാത്തതിലൊരു സങ്കടമുണ്ട്. അതിങ്ങനെ നന്നായിരിക്കുമെന്ന് എനിക്കറിയാം, കാരണം അവസാനത്തെ 4 വരിയെ ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റിൽ അവസാനിച്ചു പോയ ആ കഥയില്ലേ, ആ കഥനം കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും സന്തോഷം. കൺക്ലൂഡ്. ബഷീറിന്റെ 36 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനെ ഒരു ആത്മകഥയാക്കിയിട്ടുണ്ട്. ബഷീറിന്റെ എടിയെ എന്ന അതിന്റെ പേര്. അതിൽ എഴുതിയത് മിക്കവാറും ഈ ഫാബി തന്നെയാണ്. ബഷീറിന്റെ വ്യക്തി ജീവിതത്തിലെ മറ്റാരും അറിയാത്ത അനുഭവങ്ങളും രഹസ്യങ്ങളും ഒക്കെ ചേർത്ത് പുസ്തകമാക്കിയത് ഫാബിയാണെന്നാണ് പറയുന്നത്. അതെ അതെ, ഭാര്യമാരൊക്കെ കേട്ട് കൊതിച്ചോളൂ. കെട്ടിയവനെ പറ്റിയിട്ടൊക്കെ പുസ്തകം എഴുതാനുള്ള ഒരു പ്രചോദനം ആവട്ടെ അത്. കെട്ടിയവൻ അതിനനുസരിച്ച് മാന്യനായ ഒരു കെട്ടിയവൻ ആകാൻ ശ്രമിച്ചോളൂ. അല്ലേ, ഭാര്യയ്ക്ക് വേണമെങ്കിൽ മാന്യനാക്കാം. അല്ല, ഇവിടെ ഒരാൾ അടുത്തിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് മനസ്സിലായി. അത് കെട്ടിയവൻ നന്നാവട്ടെ എന്ന് ഞാൻ അവരും കേട്ടോട്ടെ എന്ന് ഓർത്താ പറഞ്ഞു. നല്ല ബന്ധങ്ങളൊന്നും തകർക്കാൻ ശ്രമിക്കണ്ട. അല്ല സാറ് പ്രണയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സാറിന്റെ വൈഫിന് വേണ്ടുവോളം പ്രണയം കിട്ടുന്നുണ്ടെന്ന്. പിന്നെ കാരണം മതിലുകൾ സിനിമയില് നമുക്ക് തോന്നാറുണ്ട് ആ മതിലൊന്ന് ഇടിഞ്ഞ് വീണിരുന്നെങ്കിൽ ദൈവമേന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് നമുക്ക് ഇവർ തമ്മിലൊന്ന് കണ്ടെങ്കിലെന്ന് തോന്നിപ്പോയിട്ടുണ്ട് എനിക്ക്. ഒരു നിരാശ എപ്പോഴും ഉണ്ട്, അത് കാണാൻ പറ്റുന്നില്ലല്ലോ. അവസാനമൊക്കെ അല്ലേ, ഏറ്റവും അവസാനമൊക്കെ അത് ഭയങ്കര പ്രകടമായിട്ടുണ്ടാവും. ശുദ്ധോധനൻ സാറിന് കാലിന്റെ അടിയിലെ മണ്ണ് കളയാൻ മാത്രം വിവരക്കേടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്നേഹിത മാം പറഞ്ഞോളൂ. താങ്ക് യു സർ. എനിക്ക് എല്ലാവരും ഇത്രയും അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ബഷീറിന്റെ കഥകളെ കുറിച്ച് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളും കൂടെ ഇപ്പൊ കേൾക്കാൻ പറ്റി. ഞാൻ കുറച്ച് കഥകളൊക്കെ വായിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ. ഇപ്പൊ മലയാള സാഹിത്യത്തില് ഒ ഹെൻറിയെക്കാട്ടി നല്ല തമാശയുള്ള ഒരാളുണ്ടെന്ന് ബഷീറിന്റെ കഥകൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇങ്ങനെ അവതരിപ്പിക്കാനും നിങ്ങളുടെ എല്ലാ അഭിപ്രായം കേൾക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സാറിന് മലയാളത്തിന്റെ എല്ലാവർക്കും നൈസർഗികത അത് കഥയിൽ കൃത്യമായിട്ട് കാണിച്ചു. അതാണ് കാണിക്കുന്നത്. നാട്ടുമ്പുറം അല്ലെ, ആ നാട്ടുമ്പുറത്തെ എല്ലാ ശൈലികളും. എൻ്റെ എൻ്റെ ഉപ്പാപ്പാന്റെ അല്ലെ എന്നൊക്കെ ആ പറയുന്ന പോലെ എന്ന മനോഹരം, ആ പാത്തുമ്മയുടെ ആട്. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. സാർ ഒരു തീർച്ചയായിട്ടും വാക്കൂടെ സാർ, ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു നോവലുണ്ട്, ശബ്ദങ്ങൾ. അത് ഈ ബോംബെ സിറ്റിയില് ഉള്ള ഈ സ്വർഗ ഇതുമൊക്കെ ചേർത്തിട്ട് അത് ഒരു അടൽസൊല്ലി എന്ന് പറയാവുന്ന രീതിയിലുള്ള റീഡിങ്ങിനുള്ള ഒന്നാണ്. അധികം പേരത് വായിച്ചിട്ടുണ്ടാവില്ല. ശബ്ദങ്ങൾ എന്നാണ് അതിന്റെ പേര്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് കാണാം. കോഹറന്റ് ബ്രീത്തിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നാളത്തെ മൈൻഡ്ഫുൾനെസ്സിലുള്ളത്. സ്നേഹമുള്ള മാം, താങ്ക് യു. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർമ്മിപ്പിച്ചതിനും. ഞാൻ ആലോചിക്കുന്നത്, കാരണം നമ്മൾ ഈ മാസം തരുന്നതിന് മുമ്പ് അതൊന്ന് വേണ്ടി വരും. അപ്പോഴാണ് ഇന്നലെ യാദൃശ്യമായി അങ്ങനെ ഒരു അവസരം കിട്ടിയത്. എനിവേ, താങ്ക് യു വൺസ് അഗെയിൻ. സാറേ, താങ്ക് യു ഉലഹനൻ സാർ. സാറും താങ്ക് യു റോയ് സാർ. സാറും സെയിം ബാക്ക്ഗ്രൗണ്ടിലാണ് ഇരിക്കണേ. എന്തായാലും സാറേ, ഉലഹനൻ സാറിന്റെയും റോയ് സാറിന്റെയും ബാക്ക്ഗ്രൗണ്ടേ ഏതാണ്ട് സെയിം ആണല്ലോ. അതോ ഒരു സ്ഥലത്താണോ, അതോ രണ്ടുപേരും ഇത് വെച്ചിട്ടാണോ? അതാണ് ന്യൂ ജനറേഷൻ സാറിന്റെ AI ടെക്നിക്. അതാണ് മനപ്പൊരുത്തം. ഞാൻ വിചാരിച്ചു രണ്ടുപേരും ഒരു സ്ഥലത്ത്, പാലക്കാട് അങ്ങ് കോട്ടയത്ത് എത്തിയോന്ന് വിചാരിച്ചു. ഇല്ല സാർ, അത് നമ്മളുടെ സൂമിന്റെ മൊബൈലിൽ ഉപയോഗിച്ച് നമ്മൾ ഈസി ആയിട്ട് അറിയാം, ഒരു ഇത് വെക്കാം. സിമ്പിൾ അല്ലേ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാം. അപ്പൊ എന്നാൽ സാർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോ ഞാനും ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നേ ഉള്ളൂ. അത്രയും അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പം സി യു ആൻഡ് താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു, ബൈ. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ബൈ.